ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് ചാമ്പ്യൻസ് ലീഗ് T20യുമായി ബന്ധപ്പെട്ടതാണ്. വേൾഡ് ക്ലബ് ചാമ്പ്യൻഷിപ്പ് എന്ന പേര് മാറ്റി ചാമ്പ്യൻസ് ലീഗിനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ മാസം പകുതിയോടുകൂടി തുടങ്ങിയിരുന്നു. ടൂർണമെന്റ് അപ്രൂവലിന് വേണ്ടി ICCക്ക് ലെറ്ററും അയച്ചിരുന്നു. എന്നാൽ ഇന്നലെ വന്ന റിപ്പോർട്ട് പ്രകാരം ICC ഈ ടൂർണമെന്റ് അപ്രൂവ് ചെയ്തു എന്ന ന്യൂസാണ് പുറത്തു വന്നിരിക്കുന്നത്. അടുത്ത വർഷം സെപ്റ്റംബറിൽ ടൂർണമെന്റ് നടക്കും എന്നാണ് കാണുന്നത്. എങ്കിലും IPL PSL ടീമുകൾ ടൂർണമെന്റിന്റെ ആദ്യ സീസണിൽ ഉണ്ടാകില്ല എന്നാണ് കാണുന്നത്. ടൂർണമെന്റിന് വേണ്ടിയുള്ള മീറ്റിംഗിലും ഈ രണ്ട് ബോർഡിൽ നിന്നും ഒരു റെപ്രസെന്റേറ്റീവും ഇല്ലായിരുന്നു. ഇനി ഈ കാര്യത്തിൽ ഒരു മാറ്റം വരുമോ എന്നത് കണ്ടറിയാം. അടുത്ത അപ്ഡേറ്റ് IPLുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് ട്രേഡ് റൂമറുകൾ IPL ട്രേഡിംഗ് വിൻഡോ ഓപ്പൺ ആയത് മുതൽ കാണുന്നുണ്ട്. ഇതിലേറ്റവും ലേറ്റസ്റ്റ് ആയി വന്നിരിക്കുന്നത് RCB SRH ട്രേഡ് ന്യൂസാണ്. RCBയിൽ നിന്നും റാഷിഖ് സലാം SRHിലേക്ക് പോയി അവിടെ നിന്നും മുഹമ്മദ് ഷാമി RCBയിലേക്ക് വന്നേക്കും എന്നതാണ് ഈ റൂമർ. രണ്ട് ടീമിനും ഒരു വിൻ വിൻ സിറ്റുവേഷനാണ് ഈ ട്രേഡ്. SRH ഷാമിയെ റിലീസ് ചെയ്യുമെന്ന ന്യൂസ് നേരത്തെ തന്നെ ഉള്ളതാണ്. റാഷിഖ് സലാം SRHിന്റെ ബൗളിംഗ് ടെംപ്ലേറ്റിന് പെർഫെക്റ്റ് മാച്ചുമാണ്. ചേഞ്ച് ഓഫ് പേസ് യൂസ് ചെയ്യുന്ന ബൗളേഴ്സിനെയാണ് SRH കൂടുതലായി പ്രിഫർ ചെയ്യുന്നത്. ഹർഷൽ പട്ടേൽ, ശർമ്മ ലിംഗ, ഉനഡ്കട്ട് അങ്ങനെ ലിസ്റ്റ് നീണ്ടുപോകുന്നു. റാഷിഖ് ഇതിലേക്ക് ഒരു പെർഫെക്റ്റ് കാൻഡിഡേറ്റ് ആണ്. മിഡിൽ ഓവേഴ്സിൽ ചേഞ്ച് ഓഫ് പേസ് കൊണ്ട് വിക്കറ്റ് എടുക്കുക എന്നതായിരുന്നു ഡൽഹിയിൽ റാഷിഖ് ചെയ്തത്. RCBയിൽ ഭുവി ഇല്ലാതിരുന്ന 2 മാച്ചിൽ മാത്രമാണ് റാഷിഖ് കളിച്ചത്. RCBക്ക് ഷാമിയെ പോലെ പവർ പ്ലേയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബോളറെ കിട്ടും. പക്ഷേ നിലവിലെ സ്ക്വാഡ് വെച്ച് ബാക്കപ്പ് ആയിരിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. സോ നടക്കുകയാണെങ്കിൽ രണ്ട് ടീമിനും ഉപകാരപ്പെടാൻ സാധ്യതയുള്ള ഒരു ട്രേഡാണിത്. പക്ഷെ നടക്കാൻ വലിയ സാധ്യതയും കാണുന്നില്ല. കാരണം എല്ലാ വർഷവും ഇതുപോലെ ഒരുപാട് ട്രേഡ് ന്യൂസ് കേൾക്കാറുണ്ട്. എന്നാൽ നടക്കുന്നത് 1-2 ട്രേഡുകൾ മാത്രമാണ്.